അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കൊടിയേറിയിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ കൊടിയേറിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതുവരെ അമ്പലത്തിലോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ പോയതാണ്. നിറയെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ഏകദേശം കുറച്ച് നല്ല ദൂരം വരെ ഈ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഗാനമേള നടക്കുന്ന ഭാഗത്തോട്ട് പോയി. കാഞ്ഞിരപ്പള്ളി അമലയുടെ ഗാനമേളയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അതൊക്കെ കേട്ടു. ഗാനമേള കേൾക്കാനായിട്ടൊക്കെ ശരിക്കും ആളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ക്ഷേത്രത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ഈ കാണുന്നത്. ഗാനമേള കേൾക്കാനായിട്ട് നിൽക്കുന്നവർ. ക്ഷേത്രത്തിനകത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ദേവിയുടെ തൃക്കല്യാണ ദിവസമായിരുന്നു. അപ്പോൾ അത് കാരണം ശരിക്കും ആൾ ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഗാനമേള കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം കേശുവിനത് കണ്ടിട്ട് അതിനകത്ത് കയറണമെന്ന് ഭയങ്കര വാശി പിടിച്ചിട്ട് ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്ത് കയറി. ആൾ ഒരു വട്ടം കയറിയതേ ഉള്ളൂ. കയറിയപ്പോഴത്തേക്കും പേടിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി കരഞ്ഞുകൊണ്ടൊക്കെ നിലവിളിച്ചു വന്നു. പിന്നെ ഏട്ടൻ പോയി എടുത്തുകൊണ്ട് വന്ന് സമാധാനിപ്പിച്ചു കൊണ്ടുപോയി. വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടെ പാട്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പോഴത്തേക്കും ആൾ വീണ്ടും ഉഷാറായി. പാട്ടൊക്കെ കേട്ട് നല്ല ഡാൻസൊക്കെ കളിച്ച് ചേട്ടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് കുറേ നേരം ഇരുന്നിട്ട് പിന്നെ വിശക്കുന്നു പറഞ്ഞപ്പോൾ ഒരു കടലയൊക്കെ വാങ്ങിച്ച് പിള്ളേർക്കെല്ലാം കൊടുത്തിട്ട് നമ്മളവിടെ നിന്നു. പിന്നെ അതിപ്പോഴത്തേക്കും നമുക്ക് ക്ഷേത്രത്തിൽ ഉത്സവം, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ ഉത്സവമാണ്. അതിൽ മിക്ക ദിവസവും നമുക്ക് ഉത്സവം കെട്ടുകാഴ്ചകളൊക്കെ വരും. അപ്പം ഇന്നും കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഗാനമേള നടക്കുകയാണ്, ഒരു സൈഡിൽ മറ്റേ ആകാശക്കാഴ്ച ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ കൂടെ ഫ്ലോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം നന്നേ മൊത്തത്തിൽ തിരക്കായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ